ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 8. ഒരു പ്രണയം തുടങ്ങാൻ 2 ദിവസം തന്നെ വലിയ സമയമാ. എന്നതാണെന്നറിയത്തില്ല. നീ ചോദിച്ചപ്പോൾ എനിക്ക് അവരെ കാണാൻ തോന്നുക. മഠത്തിൽ വരെയൊന്ന് പോയാലോ? കിച്ചു അത് ചോദിക്കുമ്പോൾ എന്തെന്നറിയാത്ത ഒരു വേദന മീരയുടെ മനസ്സിൽ നിറഞ്ഞു. അവൾ അവനോട് ചേർന്നു നിന്നു. എന്നാൽ പിന്നെ വാ, നമുക്ക് അക്കരപ്പറമ്പിൽ പോയി കുറച്ച് പേരയ്ക്ക് പൊട്ടിച്ചിട്ട് പോകാം. പാവനയ്ക്ക് ഒരുപക്ഷെ ഇഷ്ടമായേക്കാം. ഉത്തരവാദിത്വമുള്ള കാമുകന്റെ ശബ്ദം. എടാ, അതൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും ഒരു സംശയം. നീ പാവന സിസ്റ്ററിനെ കല്യാണം കഴിച്ചാൽ ഞാൻ പിന്നെ ആരെ കല്യാണം കഴിക്കും? മീരയുടെ ചോദ്യം തികച്ചും ന്യായം തന്നെ. എന്നാ പിന്നെ നിനക്ക് നമ്മുടെ കൊച്ചച്ഛനെ കെട്ടിക്കൂടെ? പ്രായത്തിന് ചേരാത്ത സംസാരം കേട്ടുകൊണ്ട് വന്ന അമ്മച്ചിയുടെ ചൂല് കറക്റ്റ് തലയിൽ പതിച്ചപ്പോൾ ആപ്പിൾ വീണ ന്യൂട്ടനെ പോലെ രണ്ടും മേപ്പോട്ട് നോക്കി നിന്നു. ഇനി രണ്ടിനെയും പള്ളിയുടെ 7 അയലോക്കത്ത് കണ്ടുപോകരുത്. എൻ്റെ കർത്താവേ, ഇതിനെയൊക്കെ വളർത്തി വലുതാക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. പുലമ്പിക്കൊണ്ട് അമ്മച്ചി തലയ്ക്ക് കൈകൊടുത്തു. കഥ കേട്ടുകൊണ്ടിരുന്ന സിസ്റ്റർ പൊട്ടിച്ചിരിച്ചു. എൻ്റെ സിസ്റ്ററമ്മേ, എൻ്റെ അമ്മച്ചിയുടെ ആ ഇരിപ്പ് കാണാൻ നല്ല രസമാണ് കേട്ടോ. അമ്മച്ചി വീട്ടിൽ സാരിയാണ് ഉടുക്കുന്നത്. അതൊക്കെ പൊക്കി കുത്തി കഴുത്തിൽ വലിയൊരു മാലയും വെന്തിങ്ങയും കൊന്തയും കൈ നിറയെ വളകളും ഒക്കെ ഇട്ട് അമ്മച്ചിയുടെ ആഠ്യത്വം അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സുന്ദരിയാണ്. ഇനി നമുക്ക് കിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാം. ഇത്ര നേരം പരിചയപ്പെട്ടവരിൽ അവൻ്റെ പപ്പ മാത്രമല്ലേ ഉള്ളൂ. ദേ, ആ വെള്ളം കോരുന്ന ആളെ കണ്ടില്ലേ? അതാണ് നമ്മുടെ കിച്ചുവിൻ്റെ അമ്മ. പേര് ദീനാമ്മ. പിന്നെ കിച്ചുവിൻ്റെ വീട്ടിലുമുണ്ട് എനിക്കുള്ളതുപോലെ സ്നേഹമുള്ള ഇച്ചാച്ചനും അമ്മച്ചിയും. കിച്ചു എന്ന പൊതുശല്യം ഒഴിച്ചാൽ സകലതും സുന്ദരം. ഒരാളെ പറയാൻ വിട്ടുപോയി. ദേ, ആ ഇരിക്കുന്നതാണ് എൻ്റെ വല്യമ്മച്ചി. എങ്ങനെ വിട്ടുപോകാതിരിക്കും? എൻ്റേതെന്ന് പറയുമെങ്കിലും കിടപ്പും ഇരിപ്പും എല്ലാം കിച്ചുവിൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയാ. മീരയുടെ ഓരോ വാക്കുകളും സിസ്റ്റർ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ബാല്യകാലത്തിലെ ഓരോ സംഭവങ്ങളും പറയുമ്പോൾ മീരയുടെ മുഖത്തെ സന്തോഷം, ആ കാലഘട്ടങ്ങളിൽ അവൾ എത്ര സന്തോഷവതിയായിരുന്നു എന്ന് സിസ്റ്ററിനെ മനസ്സിലാക്കി കൊടുത്തു. തീർച്ചയായും ഈ കുടുംബങ്ങളുടെ ബന്ധം നിങ്ങളിൽ തുടങ്ങിയതായിരിക്കില്ലല്ലോ. തലമുറകൾ പങ്കിട്ട ഒരു സൗഹൃദം മണക്കുന്നുണ്ടല്ലോ. കഥകൾ പറയുമ്പോൾ ഇടയ്ക്കിടെ ചോദ്യങ്ങൾ നല്ലതാണെന്ന് തോന്നിയപ്പോൾ സിസ്റ്റർ ചോദിച്ചു. അതെ, അവൻ്റെയും എൻ്റെയും വല്യപ്പന്മാർ കാഞ്ഞിരപ്പള്ളി മീനച്ചിലാറിൻ്റെ നാട്ടുകാരായിരുന്നു. നന്നേ ദരിദ്രരായിരുന്ന അവർ 40കളിൽ കുടുംബവുമായി ഇവിടേക്ക് കുടിയേറി. അന്നേരം ഞങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ കുടിയേറ്റ കർഷകരെ പോലെയും അവരും കഠിനമായി അധ്വാനിച്ചു. കാടുകൾ വെട്ടിത്തെളിച്ച് കുറേയേറെ ഭൂമി സ്വന്തമാക്കി. വല്യമ്മച്ചിമാർ എല്ലാത്തിനും അവർക്ക് സപ്പോർട്ടായി കൂടെ നിന്നു. ഒക്കെയും വെട്ടിപ്പിടിച്ച് പതുക്കെ പതുക്കെ അവർ ജീവിതത്തിൽ ഉയർന്നു വന്നു. അന്നൊക്കെ ഒരു കൊച്ചുകുടിലിൻ്റെ തണലിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും വേർപിരിയാനാകുമായിരുന്നില്ല. ബന്ധങ്ങൾ പിന്നെയും മുന്നോട്ടു പോയി. അത് തലമുറകളിലേക്ക് പടർന്നു. എൻ്റെ അപ്പന് പെങ്ങന്മാർ 4 ആയിരുന്നു. അവൻ്റെ അപ്പന് ജ്യേഷ്ഠന്മാർ 3. അവരെല്ലാവരും സ്കൂളിൽ പോകുന്നതും വരുന്നതുമെല്ലാം ഒരുമിച്ച്. ഞങ്ങളെ ഉപദേശിക്കുമെങ്കിലും ഞങ്ങളെപ്പോലെ തന്നെ കുസൃതികളായിരുന്നു ഞങ്ങളുടെ അപ്പന്മാർ. അതിനിടയ്ക്കാണ് അവരുടെ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു സംഭവമുണ്ടായത്. അത്രയും പറഞ്ഞിട്ട് മീര അല്പനേരം മൗനമായിരുന്നു, എല്ലാം ഒന്ന് ഓർത്തെടുക്കുന്നത് പോലെ. അപ്പൻ്റെ ഏറ്റവും ഇളയ പെങ്ങളായിരുന്ന ത്രേസ്യ കുഞ്ഞും അവൻ്റെ അപ്പൻ്റെ മൂത്ത ജ്യേഷ്ഠനും തമ്മിലുള്ള ഇഷ്ടം തുറന്നു പറയാനുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല, അവരൊരു ദിവസം ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയി വിവാഹവും കഴിച്ചു. എന്തുകൊണ്ടോ അത് 2 കുടുംബങ്ങൾക്കും വല്ലാത്ത വിഷമമായി. പിന്നെ അന്നു മുതൽ 1-2 വർഷക്കാലത്തേക്കിന് ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ അല്പം ഒരു അകൽച്ചയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അകലാതെ 2 പേർ ആ വീട്ടിലുണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പന്മാർ. കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും എല്ലാം മറന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അപ്പന്മാരുടെ വിവാഹവും കഴിഞ്ഞു. വെറും 7 ദിവസത്തെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും എല്ലാം മറന്നു. വീണ്ടും സന്തോഷത്തിൻ്റെ പൂക്കാലം. വളരെ കുസൃതികളായിരുന്ന ഞങ്ങൾ പക്ഷെ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. സ്കൂളിൽ പോയ കാലം മുതൽ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ. മാറ്റിയിരുത്തിയാൽ സ്കൂളിൽ പോക്ക് മുടക്കുന്നത് കൊണ്ട് ആരും ഞങ്ങളെ പിരിച്ചിരുന്നില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഞങ്ങൾ ശല്യമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും അനുയോജ്യരായിരുന്നു. പരസ്പരം തനിച്ചായി പോകാതിരിക്കാൻ ഞങ്ങൾ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു.
ഒരു ബാല്യവും വെറും സൗഹൃദങ്ങൾ മാത്രമായി അവസാനിക്കുന്നില്ല. അതിനപ്പുറം എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു കൗമാരക്കാലം കൂടിയുണ്ട്. ചില തിരിച്ചറിവുകളുടെ അതിമനോഹരമായ കാലം. അതിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. ഒരു വേനൽ അവധിക്കാലം. ഞങ്ങൾക്കന്ന് 14 വയസ്സായിരുന്നു പ്രായം. ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു വിളിപ്പാടകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ ഒരുമിച്ചാണ് ജീവിച്ചിരുന്നതെങ്കിലും പിന്നീട് മക്കൾ വളർന്നപ്പോൾ 2 വീട് അത്യാവശ്യമായി. അങ്ങനെ തൊട്ടടുത്തായി ഒരുപോലെ 2 വീടുകൾ പണിത് അവർ താമസമാക്കി. ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറേ കോണിലായി ഒരു മുത്തശ്ശി മാവുണ്ടായിരുന്നു. കാട് വെട്ടിത്തെളിച്ചപ്പോൾ ആ മാവ് മാത്രം ഞങ്ങളുടെ മുത്തശ്ശന്മാർ ബാക്കി വെച്ചു. നിറയെ നാട്ടുമാങ്ങയുണ്ടാകുന്ന ആ മാവ് ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം, വേനൽക്കാലമായിട്ട് കൂടി കാലാവസ്ഥയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു മാറ്റമുണ്ടായി. കാറ്റ് ആഞ്ഞു വീശി, ഒപ്പം ശക്തമായ മഴയും. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ മുത്തശ്ശിമാരുടെ ശക്തമായ സംരക്ഷണത്തിലായിരിക്കും. കണ്ണു തെറ്റിയാൽ മഴ നനയാൻ പോകുമെന്നുള്ളത് കൊണ്ട് അവർ ഞങ്ങളെ കിടത്തി ഉറക്കുക പതിവായിരുന്നു. പതിവ് പോലെ ഞാനും അവനും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി. അന്ന് ഒരുപാട് മരങ്ങൾ കടപുഴകി വീണു, ഒപ്പം ഞങ്ങളുടെ മുത്തശ്ശിമാവും. ഇന്നത്തെ കാലം പോലെ ആയിരുന്നില്ല അന്നത്തെ കാലം. മൊബൈലോ ഇൻ്റർനെറ്റോ ഒന്നുമില്ലാത്ത ഒരു നല്ല കാലം. സൗഹൃദങ്ങളിൽ പോലും ഒരു സഹോദര ബന്ധം കാത്തു സൂക്ഷിക്കാൻ അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ആകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായിരുന്നുവെന്ന് അന്നും ഇന്നും തോന്നുന്നില്ല, മീര കൂട്ടിച്ചേർത്തു. മഴ ശമിച്ചപ്പോഴാണ് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയത്. മുത്തശ്ശിമാവിൻ്റെ മരണം അതെല്ലാവർക്കും വല്ലാത്ത വേദനയായി. ഞങ്ങളുടെ വല്യമ്മച്ചിമാർ മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിൽ നിന്ന് 2 മാവിൻ തൈകൾ പിഴുതെടുത്തു. പിന്നീട് അവർ ആ തൈകൾ രണ്ടും ഒരേ കുഴിയിൽ ഞങ്ങളെ കൊണ്ട് നടുവിപ്പിച്ചു. അന്ന് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. മക്കളെ, അധികം വൈകാതെ ഈ മാവ് പോലെ ഞങ്ങളും മരിക്കും. നിങ്ങൾ വളരും തോറും ഈ 2 മാവുകളും ഒരുമിച്ച് വളരും. അവരൊരിക്കലും വേർപിരിയില്ല. അതുപോലെ ആയിരിക്കണം നിങ്ങളും. അവർ ഒരുമിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് ഇവളില്ലാതെ ഞാനെവിടെ പോകാനാ? കിച്ചു നിഷ്കളങ്കമായി ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാകാനുള്ള പ്രായമായി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ചുകൂടി വലുതാകുമ്പോൾ നിങ്ങൾക്കും വിവാഹം കഴിക്കാനുള്ള പ്രായമാകും. അന്ന് നിങ്ങൾ വേറെ ആരെയും തേടിപ്പോകരുത്. നിങ്ങളെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്കത് കാണണം. 2 വല്യമ്മച്ചിമാരും തലയിൽ കൈവച്ചുകൊണ്ട് അത് പറയുമ്പോൾ പരസ്പരം കൈകൾ കോർത്ത് ഞങ്ങൾ സന്തോഷത്തോടെ പുഞ്ചിരി തൂകി. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമൊന്നും അന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങൾ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന സത്യം. മുത്തശ്ശിമാവിൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഒരുപോലെ വളർന്നു. വളരും തോറും അവരുടെ ശാഖകൾ ഇണപിരിയാതെ വാരിപ്പുണർന്നു. അതുപോലെ തന്നെ ഞങ്ങളും. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കുടുംബത്തിലെ പ്രായമായവരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പോയി. മരണം അത് വേദനാജനകമാണ്. പക്ഷേ കാലം കഴിയുമ്പോൾ അതിൻ്റെ തീവ്രത കുറയും. അതുപോലെ ഞങ്ങളും പതുക്കെ അവരുടെ വേർപാടുകളുടെ വേദനയുമായി പൊരുത്തപ്പെട്ടു. എനിക്ക് അവനോടുള്ള പ്രണയം പൂർണ്ണമായും മനസ്സിലാക്കാൻ ഞങ്ങൾക്കിടയിലും ഒരു അകൽച്ച വേണ്ടി വന്നു. ഓർത്തെടുക്കും പോലെ മീര ഒന്ന് നിർത്തി. കിച്ചു, നീ അറിഞ്ഞോ? ഞാൻ ഒരാഴ്ചത്തേക്കിന് പോവുക. നിന്റെ ശല്യമില്ലാതെ പോയി അടിച്ചു പൊളിക്കണം. ആവേശത്തോടെയുള്ള മീരയുടെ വാക്കുകൾ. അതിന് നീ എവിടെ പോവുക? നീ ഇല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ഞാനും വരട്ടെ? കിച്ചു ചോദിച്ചു. ദീനാമച്ചി ഒന്നും പറഞ്ഞില്ലേ? ഞാൻ കന്യാസ്ത്രീ ആവാൻ പോവുകയാണ്. നാളെ ക്യാമ്പ് തുടങ്ങും. ചാച്ചൻ കൊണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കന്യാസ്ത്രീയോ? നീയോ? ആ മഠത്തിൻ്റെ കാര്യം പോക്കായി. എന്തായാലും ഒരാഴ്ചത്തേക്കിന് എനിക്കും സുഖമായി. നിന്നെ സഹിക്കണ്ടല്ലോ. കിച്ചു വാശിയോടെ ചാടിത്തുള്ളി പോകുകയും ചെയ്തു. ആ കൊച്ചു പ്രായത്തിൽ കന്യാസ്ത്രീയോ? സിസ്റ്റർ സംശയത്തോടെ ചോദിച്ചു. ആ കാലഘട്ടങ്ങളിലൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ കാണാനായി സിസ്റ്റേഴ്സ് പള്ളികളിൽ എത്താറുണ്ടായിരുന്നു. അങ്ങനെ എത്തിയ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ എനിക്കും കന്യാസ്ത്രീ അമ്മയാകണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. ഓ അങ്ങനെ, സമ്മർ ക്യാമ്പ്. ഇപ്പോൾ മനസ്സിലായി. ഇനി പറഞ്ഞു, സിസ്റ്റർ പുഞ്ചിരിയോടെ പറഞ്ഞു. ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പനും അമ്മയും എനിക്ക് അനുവാദം തന്നു.
ഇഷ്ടത്തോടെയല്ല കേട്ടോ, എങ്കിലും തൽക്കാലം എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നവർ കരുതി കാണും. എവിടെ പോയാലും കിച്ചുവിനെ കുറച്ച് ദിവസം കാണാതിരുന്നാൽ ഞാൻ ബൂമറാങ് പോലെ തിരിച്ചെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സിസ്റ്റർ പൊട്ടിച്ചിരിച്ചു. എന്നിട്ടെന്താ? സമ്മർ ക്യാമ്പിന് പോയ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ ഒരു കാര്യം മനസ്സിലായി. ഈ പണി നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്ന്. അവനെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാനാവില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഡ്രാക്കുള കോട്ട പോലെയാണ്. ഒരാഴ്ച കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാനാകില്ല. എങ്ങനെയൊക്കെയോ ഒരാഴ്ച പിടിച്ചു നിന്നു. കർത്താവിൻ്റെ മണവാട്ടിയാകാൻ പോയ ഞാൻ കിച്ചുവിൻ്റെ മണവാട്ടിയാകണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് അവിടെ നിന്നും പുറത്തേക്ക് കടന്നത്. ആകെയുള്ള പ്രശ്നം അതെങ്ങനെ അവനോട് പറയും എന്നതായിരുന്നു. മീര ഓർമ്മയിലൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും കിച്ചുവിൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതെ അവൻ ക്ഷീണിച്ച് ഒരു പരുവത്തിലായിരുന്നു. എന്നെ കണ്ട ഉടനെ അവൻ ഓടിയെത്തി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മക്കളെ, ഇനി കന്യാസ്ത്രീയും പള്ളിയിലച്ഛനും ഒന്നും ആകാൻ നിങ്ങൾ പോകണ്ട. ഈ കരച്ചിൽ കാണണ്ടല്ലോ. ഫ്രാൻസി അങ്കിളിൻ്റെ തമാശ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവർ തമാശ പറഞ്ഞതായിരുന്നുവെങ്കിലും ഞാനത് സീരിയസ് ആയി തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. ആ പ്രായം വരെ ഒരിക്കൽ പോലും ഞങ്ങൾ വേർപിരിഞ്ഞു കിടന്നിട്ടില്ല. പക്ഷേ അന്ന് രാത്രി ഞാൻ എൻ്റെ മുറിയിലായിരുന്നു കിടന്നത്. അന്ന് ആദ്യമായി കിച്ചുവിനോടൊപ്പം കിടക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അവൻ സ്പർശിക്കുമ്പോൾ ശരീരത്തിൽ എന്തോ പോലെ. നീ നിന്റെ മുറിയിൽ പോയി കിടക്കാൻ നോക്ക്, ഇവിടെ കിടക്കണ്ട, ഞാൻ പറഞ്ഞു. എടി അതെന്താ? ഞാൻ നിന്റെ കൂടെ കിടന്നാൽ എന്താ പ്രശ്നം? കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഒരുമിച്ചല്ലേ കിടക്കാറ്. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ? അതോ കന്യാസ്ത്രീമാരെന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നീ എന്നാ പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ കിടക്കും. അവൻ എൻ്റെ കൂടെ കിടക്കാനായി തയ്യാറെടുത്തു. പക്ഷേ ഞാൻ അവനെ തള്ളിമാറ്റി. അവൻ്റെ പൂച്ച കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറി. അവൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ദേഷ്യം പിടിച്ചു. നമ്മളിപ്പോൾ പഴയ കൊച്ചു പിള്ളേരല്ല. ഇനി നീ നിന്റെ മുറിയിലും ഞാൻ എൻ്റെ മുറിയിലും കിടക്കും. ഒത്തിരി ചോദ്യമൊന്നും ചോദിക്കണ്ട. ദേഷ്യത്തോടെ അത് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് തിരിഞ്ഞു കിടന്നു. പുരുഷനും സ്ത്രീയും ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അധമമായ വികാരമാണ് കാമം. അതിനടിമയായി പോയാൽ പിന്നീട് ഒരിക്കലും അതിൽ നിന്നും ഒരു മോചനമുണ്ടാകില്ല. കേവലം മനുഷ്യരായ നമുക്കെല്ലാം ആ വികാരങ്ങളുണ്ട്. ജീവിതത്തിൽ അതിനെ ഒഴിവാക്കാനുമാകില്ല. പക്ഷെ ഒന്ന് ചെയ്യാനാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലണം. നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്. അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നെറ്റിയിൽ കുരിശു വരച്ച് ഉറങ്ങാനായി ശ്രമിക്കുമ്പോൾ സമ്മർ ക്യാമ്പിൽ കന്യാസ്ത്രീയമ്മ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ രാത്രി എനിക്ക് ഉറങ്ങാനായില്ല. എന്തായാലും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ എനിക്ക് സാധിക്കില്ല, അതുറപ്പായിരുന്നു. എങ്ങനെയെങ്കിലും കിച്ചുവിൻ്റെ മണവാട്ടിയായാൽ മതി, അതുമാത്രമായിരുന്നു മനസ്സിൽ. ഒരു 15-കാരിയുടെ വെറും ചാബല്യങ്ങൾ മാത്രമായി അതിനെ കണക്കാക്കാൻ കണ്ടു നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. പക്ഷേ ആ രാത്രി പുലരുമ്പോൾ ഞങ്ങൾ അറിയുകയായിരുന്നു ഞങ്ങൾക്കൊരിക്കലും പിരിഞ്ഞിരിക്കാനാകില്ല എന്ന സത്യം. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കുറേയേറെ നേരം ആലോചിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആരോടെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചാൽ കിച്ചുവല്ലാതെ തനിക്ക് വേറെ സുഹൃത്തുക്കൾ ആരുമില്ല. പതുക്കെ എഴുന്നേറ്റ് നെറ്റിയിൽ കുരിശു വരച്ച് കാൽമുട്ടിൽ മുഖം താങ്ങിയിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. തൻ്റെ കാൽച്ചുവട്ടിലായി കിച്ചു കിടന്നുറങ്ങുന്നു. പതുക്കെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം കിടന്നു. എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം എന്നിൽ നിറയുന്നത് ഞാൻ അറിയുകയായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് കിടക്കുന്നത് പോലെ അവനെ നെഞ്ചോട് ചേർക്കാൻ എന്തെന്നില്ലാത്ത ഒരു കൊതി തോന്നുന്നു. പക്ഷേ അതൊരിക്കലും ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യമല്ല, മറ്റെന്തോ ഒന്ന്. പതുക്കെ അവനറിയാതെ അവൻ്റെ കവിളുകളിൽ ഒരു നനുത്ത ചുംബനം കൊടുത്ത് ഫ്രഷാകാനായി പുറത്തെ ബാത്റൂമിലേക്ക് നടന്നു. രാത്രി ഉറങ്ങിയിട്ടില്ല. പക്ഷേ എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം തന്നെ പൊതിയുന്നത് ഞാൻ അറിഞ്ഞു. അന്നും പതിവ് പോലെ ഞങ്ങൾ നാട് മുഴുവൻ കറങ്ങി. ഞങ്ങളെ പരിചയമില്ലാത്ത ഒരു പുൽച്ചെടി പോലും ആ നാട്ടിലില്ല. ആ നാട്ടിലെ കാടും ചെടികളും എല്ലാം ഞങ്ങളുടെ സാമീപ്യം കൊതിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു ദിവസം മുഴുവനും യാത്ര ചെയ്താൽ തീരാത്തത്ര സമ്പാദ്യം ഞങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മണ്ണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 3 മണിയായിട്ടുണ്ടാകും. പെട്ടെന്ന് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു പരവേശം തോന്നി.
ശരീരം തളരുന്നത് പോലെ. ആകെ വിയർത്തു കുളിച്ചു. വയറ്റിൽ എന്തെന്നില്ലാത്ത വേദന. യോനി ഭാഗത്ത് ഒരു ചെറിയ നനവ് പോലെ. എനിക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകും പോലെ. മരണഭയം എന്നെ പൊതിഞ്ഞു. ഡാ, ഞാൻ മരിക്കാൻ പോകുവാന്ന് തോന്നുന്നു. ഞാൻ തളർച്ചയോടെ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എടി, നീ എൻ്റെ മടിയിൽ കിടന്നോ. ഇന്നലെ ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ടുമാവാം. അവൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശിമാവിനോട് ചേർന്നിരുന്നു. ഞാൻ അവൻ്റെ മടിയിലേക്ക് കിടന്നു. അവൻ എൻ്റെ തലയിൽ വെറുതെ തലോടിക്കൊണ്ടിരുന്നു. ആ കിടപ്പിൽ ഭൂമിദേവി തൻ്റെ മാറു പിളർന്ന് ഞങ്ങളെ വിളിച്ചിരുന്നുവെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിച്ചു പോയി. ഇതൊക്കെ ആർക്കാ അറിയാത്തത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഈ കഥ നടക്കുന്നത് 1975 കാലഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അന്ന് കുട്ടികൾക്ക് ഇക്കാര്യത്തെ പറ്റിയൊന്നും വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണോ ആധുനിക സോഷ്യൽ മീഡിയയോ ഒന്നും ഒരുപാട് പിടിമുറുക്കാത്തതാണ് ആ കാലഘട്ടം. പുതിയ യുഗത്തിലെ ഏതെങ്കിലും കേൾവിക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാനായി മാത്രം ചെറിയൊരു കുറിപ്പ് അഡീഷണലായി കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. വല്ലാത്ത ഒരു തളർച്ച എന്നിൽ നിറഞ്ഞു. ശരീരം മുഴുവൻ തളരുന്നത് പോലെ. ഒരുപക്ഷെ ഇനിയൊരിക്കലും തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കിച്ചുവിനെ അറിയിക്കാൻ പറ്റിയെന്നു വരില്ല. അതുകൊണ്ട് മരിക്കും മുൻപ് എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം അവനോട് പറയണമെന്ന് എനിക്ക് തോന്നി. മീര. എൻ്റെ ആലോചനകൾ കാട് കയറുമ്പോൾ അവൻ എന്നെ സ്നേഹത്തോടെ വിളിച്ചു. ഒരിക്കലും ഇല്ലാത്തതുപോലെ ആർദ്രമായിരുന്നു ആ വിളി. മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. എടി, നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ മരിച്ചു പോയാൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാനാകില്ല. ഒരാഴ്ച നിന്നെ കാണാതിരുന്നപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ അങ്ങ് പോയി. ഇനിയിപ്പോൾ നീ മരിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ ഞാനും മരിക്കും. എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്. കിച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അവനെ വാരിപ്പുണരാൻ തോന്നി. ഞാൻ വിശ്വസിക്കാനാകാതെ അവനെ നോക്കി. ആ നിമിഷം എൻ്റെ തളർച്ചകൾ മറന്ന് ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇതാണോ പ്രണയം? ഞാൻ സ്വയം ചോദിച്ചു. അവിടെ നിറഞ്ഞിരിക്കുന്ന വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതെനിക്ക് തികച്ചും അജ്ഞാതമായിരുന്നു. നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ഈ കൂട്ടും മാറും. ചിലപ്പോൾ ഇവൻ നിന്നെ ഉപേക്ഷിച്ചും പോകും. അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കും. എന്തായാലും അത് കാണാൻ ഞാനുണ്ടാവില്ല. സ്വർഗത്തിലിരുന്ന് ഞാനും അത് കാണുമായിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ലിസിയുടെ വാക്കുകൾ. അന്ന് ഞങ്ങൾ അവളെ ഒരുപാട് കളിയാക്കി. ഭൂമിയിൽ എല്ലാ ബന്ധത്തിനും വലുതായി പ്രണയത്തെ കാണുന്ന അവളുടെ കണ്ണുകൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നായിരുന്നു അന്നത്തെ ഞങ്ങളുടെ കണ്ടുപിടുത്തം. അവൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ പ്രണയിക്കുന്നു. അത് കാണാൻ അവൾ ഈ ഭൂമിയിൽ ബാക്കിയില്ല. അത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഈശോയുടെ സന്നിധിയിലേക്ക് പോയി. ചിലർ സ്വന്തം മരണം പോലും മുൻകൂട്ടി കാണും. അതുപോലെ അവളും. അതിമനോഹരമായ സൗഹൃദത്തിൽ നിന്നാണ് പ്രണയം ഉരുവാകുന്നത്. പ്രണയമില്ലാതെ ഒരിക്കലും സൗഹൃദവുമില്ല. എടി, പണ്ടൊരിക്കൽ ഈ മാവ് നട്ടപ്പോൾ നമ്മുടെ വല്യമ്മച്ചമാർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൻ ചോദിച്ചു. ഈ മാവുകൾ പോലെ നിങ്ങളും എന്നും ഒന്നിച്ചായിരിക്കണം. ഒരിക്കലും പിരിയരുത്. മരണം വരെ ഇതുപോലെ ഒരുമിച്ച് ജീവിക്കണം. അവൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ അവനെ നോക്കി പുഞ്ചിരി തൂകി. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി നാളെ കാണും. ബൈ ബൈ, സ്റ്റേ സേഫ്.